നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA 40 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായി അവകാശപ്പെടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്നാണ് പരിശോധിക്കേണ്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് BLA രംഗത്തു വന്നു എന്നടക്കമുള്ള തരത്തിലാണ് വാർത്ത വന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 40 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തി എന്ന വാർത്ത പരിശോധിക്കുമ്പോൾ ഇത് തെറ്റായ വാർത്തയാണ് എന്ന് വ്യക്തമാവുകയാണ്. കൂടുതൽ തെരച്ചിൽ നടത്തുമ്പോൾ 2024 നവംബർ 25-ന് ദി ക്രേഡിൻ ഓൺ എക്സിൽ പങ്കിട്ട വീഡിയോയുടെ അല്പം വ്യക്തവും സൂം ഔട്ട് ചെയ്തതുമായ ദൈർഘ്യമേറിയ ചില ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചത്. ലബനനിലെ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്ത് ഇസ്രയേലി വ്യോമാക്രമണത്തിൽ തകർന്ന ഒരു റെസിഡൻഷ്യൽ കെട്ടിടമെങ്കിലും ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇസ്രയേലിലെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. വൈറലായ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ്. 2024 നവംബർ 25-നാണ് ഇസ്രയേലി വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 40ഓളം പാകിസ്ഥാനികളെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തകർത്തു എന്ന് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് അനന്തരഫലങ്ങളുമായാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇത്തരം കടന്നുകൈ നടത്തിയതെന്നാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ഇപ്പോൾ യാതൊരുവിധ ബന്ധവും ഇല്ല. BLAയുടെ പത്രക്കുറിപ്പിൽ റിവേഴ്സ് ഇമേജ് നോക്കുകയാണെങ്കിൽ 2024 ഓഗസ്റ്റിൽ 26-ന് എക്സിൽ അപ്ലോഡ് ചെയ്ത അതേ കുറിപ്പ് ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ക്രോപ്പ് ചെയ്യാതെ പതിപ്പും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഫിദായിൽ ഓപ്പറേഷൻ ഹീറോ പ്രകാരം BLAയുടെ മജീദ് ബ്രിഗേഡ്സിന്റെ ഫിദായിൻ യൂണിറ്റ് അധിനിവേശ സേനയുടെ ബേല ക്യാമ്പ് ആക്രമിച്ചുവെന്നും ഇതുവരെ 40-ലധികം സൈനികരെ കൊലപ്പെടുത്തി കഴിഞ്ഞ് 6 മണിക്കൂറായി ക്യാമ്പിന്റെ ഒരു പ്രധാന ഭാഗം നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞുവെന്ന പ്രസ്താവനയാണ് പുറത്തു വന്നത്. എന്നാൽ ഇത് തെറ്റാണ്. 2024 ഓഗസ്റ്റ് 26-ലേതാണ് ഈ ഒരു പ്രസ്താവന. 2024 ഓഗസ്റ്റ് 26-ലെ ഓപ്പറേഷൻ ഫെറോഫിനെ കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകളാണ് ഇവിടെ വരുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തീവ്രവാദികൾ തിങ്കളാഴ്ച ഡസൻ കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലീസ് സ്റ്റേഷനുകൾ, റെയിൽവേ ലൈനുകൾ, ഹൈവേകളിലെ വാഹനങ്ങൾ എന്നിവ ആക്രമിച്ചു തുടങ്ങിയ അടക്കമുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ തെറ്റാണ്. വർഷങ്ങളായി വിമത സംഘം നടത്തിയ ഏറ്റവും വ്യാപകമായ ആക്രമണത്തിൽ ഒന്നാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. 100-ലധികം സൈനികരെ കൊന്നൊടുക്കിയതായി BLA ഒരു പ്രസ്താവന പുറത്തിറക്കി. ബേലയിലെ ആർമി ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മജീദ് ബ്രിഗേഡ്സ് എന്ന തങ്ങളുടെ ഫിദായിൻ 40-ലധികം സൈനികരെ കൊന്നൊടുക്കിയതായാണ് BLA പറയുന്നത്. പാകിസ്ഥാൻ അധികാരികൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന വാർത്തയും വന്നു. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് വ്യക്തമാകുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ യുദ്ധസമയത്ത് നിരവധി വരാറുണ്ട്. പക്ഷെ അത് വിശ്വാസത്തിലെടുക്കരുത്. മറ്റു ചില വാർത്തകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ സ്വതന്ത്ര രാഷ്ട്രമാർന്ന ആയുധമെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് കിട്ടിയ അവസരം കൂടിയാണ് ഇത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പാക് സൈന്യത്തിനെതിരെ മേഖലയിൽ നിരന്തര ആക്രമണങ്ങളാണ് നടത്തുന്നത്. 40-ലധികം പാകിസ്ഥാനെ കൊന്നൊടുക്കിയില്ല എങ്കിലും 10 പാക് സൈനികരും ഒരു IAS ഏജന്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വാസ്തവം തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഈ സായുധ സംഘത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യ പാക് സംഘർഷമില്ലാതിരുന്ന സമയത്ത് പോലും പാക് സൈന്യത്തിന് വലിയ തലവേദനയായിരുന്നു ഈ സംഘം. ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാറുമ്പോൾ കിട്ടിയ അവസരം ബലൂചിസ്ഥാൻ വിമതർ ഉപയോഗിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. കർഷകരും കലിപ്പിലാണെന്ന് വ്യക്തമാവുകയാണ്. ഇന്ത്യയുടെ നദീജല പ്രഹരത്തിൽ പാകിസ്ഥാൻ വലിയ പ്രശ്നത്തിലാണ്. സിന്ധു നദിയിൽ നിന്നുള്ള ജലമാണ് പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങളുടെ 80% നിവർത്തി നിൽക്കുന്നത്. ഈ ജല ലഭ്യത ഏതാണ്ട് ഇല്ലാതായതോടുകൂടി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലെ കർഷകർ പ്രതിരോധം ആരംഭിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഇന്ത്യക്ക് എതിരെയാകാം പ്രതിഷേധമെങ്കിലും ഇത് തങ്ങൾക്കെതിരെ തിരിയുമെന്ന പാക് സർക്കാരിന് തന്നെ നല്ല ഭയമുണ്ട്. വില തകർച്ചയും വരൾച്ചയും മൂലം കഷ്ടപ്പെടുന്ന കർഷകർക്കിടയിൽ ഇപ്പോൾ തന്നെ പാക് സർക്കാരിനെതിരെ വലിയ രോക്ഷമുണ്ട്. വെള്ളം കൂടുതൽ നിൽക്കുന്നതോടുകൂടി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉടലെടുത്തേക്കും. ഇന്ത്യൻ ഭീഷണിയും സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുമെല്ലാം ചേരുമ്പോൾ പാക് സർക്കാർ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയണം. താലിബാനും എതിർപ്പാളത്തിൽ പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര സംഘം കാബൂളിലെത്തി താലിബാൻ നേതൃത്വത്തെ കണ്ടിരുന്നു. അടുത്ത കാലത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കടുത്ത ഭിന്നതയിലാണ് ഉള്ളത്. അതിർത്തി കടന്ന പാകിസ്ഥാനെ ആക്രമിക്കാൻ പോലും താലിബാൻ തയ്യാറായി. അയൽപക്കത്ത് ബംഗ്ലാദേശും ചൈനയും മാത്രമാണ് അല്പമെങ്കിലും പാകിസ്ഥാന് അനുകൂല സമീപനം കൈക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് സാമ്പത്തിക പ്രശ്നത്തിലും ചൈന താരിഫ് കുരുക്കിലും പെട്ടതിനാൽ ഇവർ എത്രത്തോളം പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ടറിയേണ്ടത് തന്നെ ഉണ്ട്.